കാന്താര ചാപ്റ്റർ 1. ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത് ഋഷഭ് ഷെട്ടിൻ്റെ നായകനായ പിന്നെ ജയറാം, അതുപോലെ ജയറാമിൻ്റെ മകനായിട്ട് ഗുൽസയൻ രാമയ്യ, അങ്ങനെ എന്താണ് അവൻ്റെ പേര് തോന്നുന്നു, അവൻ, പിന്നെ അതുപോലെ രുക്മിണി വസന്ത്, അങ്ങനെ ഒരുപാട് താരനിരങ്ങളുള്ള ഒരു നല്ലൊരു സിനിമ. ഇത് തികച്ചും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും OTT കാത്തിരുന്ന പടം ഇഷ്ടപ്പെടാൻ വഴിയില്ല. കുറേ വിഷ്വൽസ് ഉണ്ട്, യുദ്ധങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ കാട്ടിലുള്ള സംഭവങ്ങളുണ്ട്. കാട്ടിൽ ഒരു പുലിയായിട്ടും പിന്നെ അതുപോലെ കാട്ടിലെ ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, അവരായിട്ടും ഒക്കെ കുറേ ഫൈറ്റുകളുണ്ട്. ആ ഫൈറ്റുകളൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്, കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. ഫസ്റ്റ് ഹാഫ് ജയറാമിൻ്റെ മകനായിട്ട് ഞാൻ പറഞ്ഞ ആളൊരു വില്ലനിസം നിറഞ്ഞു നിൽക്കുന്ന ഒരു മകൻ, ഒരു ഉത്തരവാദിത്തമില്ലാണ്ട് ആളങ്ങനെ ഇങ്ങനെ സ്മോളൊക്കെ അടിച്ച്, അതായത് പണ്ടത്തെ ഇതിൽ പറയുമ്പോൾ ഈ മറ്റേ മദ്യവും അല്ല എന്താ പറയുക, വാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ആകെ ഇങ്ങനെ കുഴഞ്ഞ് ഉത്തരവാദിത്തമില്ലാണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു മകൻ, ഒരു രാജ്യത്തിലൊരു ശ്രദ്ധയില്ലാണ്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് അലമ്പായിട്ട് നടക്കുന്ന ഒരു മകൻ അങ്ങനെ രാജാവായിട്ട് വന്ന് വേട്ടയാടാനായിട്ട് കാട്ടിലേക്ക് പോകണം. അങ്ങനെ ഈ പറഞ്ഞ ഋഷഭ് ഷെട്ടിയുടെ ടീമായിട്ട് നൈസായിട്ടൊന്ന് മുട്ടണം. അങ്ങനെ അവർ പേടിച്ച് തിരിച്ചു പോകണം. അതാണ് ഫസ്റ്റ് ഹാഫ്. ഇനി കഥ ഞാൻ പറയുന്നില്ല. സെക്കൻഡ് ഹാഫ് ഫുള്ള് യുദ്ധമാണ്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് നല്ല ലാഗ് തോന്നിച്ചു. എനിക്ക് കുറച്ച് ലാഗൊക്കെ തോന്നിച്ചു പടം. എന്താ അത് രസമായിട്ട് ഇങ്ങനെ കുറേ സീനുകളുണ്ട്. അതിൽ ഋഷഭ് ഷെട്ടിയുടെ കുറേ ആയോധനപരമായിട്ട് കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും കൂടെ കുറച്ചിങ്ങനെ ലാഗ് തോന്നിക്കും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അവിടെയാണ് സിനിമ കത്തിക്കയറുന്നത്. കാട്ടിലത്തെ കുറേ ആചാരങ്ങളും കാട്ടിലെ കുറേ കാട്ടുവാസികളുടെ കുറേ, അതായത് ആ കാട്ടിൽ താമസിക്കുന്ന, അതാണ് ഞാൻ ഉദ്ദേശിച്ചേട്ടാ, താമസിക്കുന്ന ആൾക്കാരുടെ കുറേ സംസ്കാരങ്ങളും അവരുടെ കുറേ ആചാരങ്ങളും അവരുടെ കുറേ പാട്ടുകളും അങ്ങനെ നൃത്തങ്ങളും നല്ല രസമായിട്ട് സിനിമ ഇങ്ങനെ കത്തിക്കയറും. പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ യുദ്ധം വരും. പടത്തിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രസം പോകും. അപ്പോൾ അതുകൊണ്ട് പടം ഇങ്ങനെ എന്താ പറയുക, സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ നമുക്ക് ടൈം പാസ് അറിയുന്നില്ല. അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സിനിമ. അതിനോട് നമ്മൾ ഇങ്ങനെ ആകെ ഇങ്ങനെ അന്താളിച്ചൊക്കെ ഇരിക്കുന്ന കുറേ സീനുകളുണ്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞ് ഇതിൽ ലാസ്റ്റിൽ ക്ലൈമാക്സ് വരുന്നു. ക്ലൈമാക്സ് ഉണ്ടല്ലോ, എൻ്റെ അമ്മോ, ഋഷഭ് ഷെട്ടി ഇങ്ങനെ എന്ത് അലറണ കുറേ സീനുകളുണ്ട്. അതുപോലെ അതിലൊരു ബ്രഹ്മരക്ഷസായിട്ടൊരു സംഭവം കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് പറയാൻ പറ്റില്ല, കോരിത്തരിച്ച് പോണ കുറേ സീനുകളുണ്ട്. ക്ലൈമാക്സ് തകർത്തു, സൂപ്പറായി, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മൊത്തം ഇങ്ങനെ പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ സ്പോയിലാക്കണില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ പടം കണ്ടില്ലെങ്കിൽ മഹാ നഷ്ടമാണ്, വൻ നഷ്ടമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ.